ബോട്ടെടുത്ത് നമുക്ക് കടലിൽ പോയാലോ? ഇറക്കല്ലേ? ഞങ്ങളുടെ പോണ്ടിച്ചേരി യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ശ്രീമാൻ ശ്രീമതിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. പോണ്ടിച്ചേരിയിൽ ഞങ്ങൾ 2 ദിവസം താമസിച്ച ഹോട്ടലാണ് ഹോട്ടൽ അനന്ത ഇന്ന്. ആദ്യ ദിവസം ഞങ്ങൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് അല്പം വൈകിയാണ് ഹോട്ടലിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ കിടന്ന് ഉറങ്ങുകയും പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു വാക്കിംഗ് ടൂറാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവറിനോട് അല്പം വൈകി ഹോട്ടലിൽ എത്തിയാൽ മതി, ഒരു 11:30-12 മണിക്ക് എത്തിയാൽ മതി എന്ന് ഞങ്ങൾ ചട്ടം കെട്ടിയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വാക്കിംഗ് ടൂറിനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. ദോശ, ഇഡ്ഡലി, ഉപ്മ, പൊങ്കൽ, വട എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്ത് വെച്ചു. ഓരോ പ്രാവശ്യം നടന്നു പോകണ്ടല്ലോ. കുട്ടിദോശയുണ്ട്, പിന്നെ ഇഡ്ഡലി ഉണ്ട്, ചട്നി. അപ്പോൾ ഒന്ന് തുടങ്ങാം. രാവിലെ കുറേ നടക്കാനുള്ളതല്ലേ, കഴിച്ചോ. എങ്ങനെയുണ്ട്? നല്ലതാണോ? കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ വാക്കിംഗ് ടൂർ പോണ്ടിച്ചേരി പോകാനായിട്ട് പോവുകയാണ്. ശ്രീമതി ഒന്ന് റൂമിൽ പോയിരിക്കുക, മൊബൈൽ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വരട്ടെ, മൊബൈൽ എടുത്തുകൊണ്ട് വരട്ടെ. അതുവരെ നമുക്ക് ഈ ഹോട്ടലിൻ്റെ മറ്റ് ഭാഗങ്ങൾ എന്തെല്ലാം ഇവിടെ നമുക്ക് കാണാനുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ആഹാ, ഇവിടെയാണ് സ്വിമ്മിംഗ് പൂള് ഉള്ളത്. പക്ഷെ ഇപ്പോൾ പല ഹോട്ടലുകളിൽ നമ്മൾ പോകുമ്പോഴും സ്വിമ്മിംഗ് പൂള് ആരും ഉപയോഗിക്കുന്നതായിട്ട് നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാത്തത് കൊണ്ടായിരിക്കാം ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തേക്ക് തന്നെ നമ്മൾ പോകാറില്ല. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ കൊച്ചു പിള്ളേർ, നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട്. മുമ്പ് നമ്മളൊരു ദേശാടൻ റിസോർട്ടിൽ നമ്മൾ എപ്പോഴും പോയപ്പോൾ എല്ലാവരും ഇറങ്ങി സ്വിമ്മിംഗ് പൂളിൽ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വാ ശ്രീമതി, നമുക്ക് ഇറങ്ങാൻ എന്നാലും കേട്ടോ. നാലെണ്ണം 100 രൂപ കുറയുവോ? ഇല്ല അല്ലേ? ഇതൊക്കെ എന്ത് വിലയാ? ഇത് ഈ 4 പീസ് ഒരു 1 പീസ് 10 rupees. ആൻഡ് വാഴപ്പിണ്ടി 10 രൂപ. വീഡിയോ കാണുന്നവർക്ക് നാട്ടിലെ വിലകളെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീട്ടിലൊരു തെങ്ങുണ്ടായിരുന്നതാണ്. അത് ശരിക്കും പുറത്ത് ചാഞ്ഞ് നിൽക്കുന്ന കാരണം പിന്നെ ഈ തേങ്ങയൊക്കെ പറിക്കാനുള്ള വിഷമം, അതുപോലെ ഓടിൻ്റെ പുറത്ത് വീണിട്ട് ഓട് പൊട്ടുക, അതൊക്കെ കാരണം അത് മുറിച്ച് കളഞ്ഞു. അതുകൊണ്ട് തേങ്ങ ഇപ്പം ഞങ്ങളും കടയിൽ നിന്നാണ് മേടിക്കുന്നത്. എന്നാൽ വില എന്താണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ കുറേ സാധനം മേടിക്കും, എല്ലാം കൂടെ ഒരു എമൗണ്ട് അദ്ദേഹം പറയും, കടക്കാരൻ പറയും, അതങ്ങോട്ട് കൊടുക്കും. അതാണ് പതിവ്. ചെറിയ പാവയ്ക്ക. അതെ, ഇത്രയും ചെറിയ പാവയ്ക്ക ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ. എന്ത് വില പാവയ്ക്ക? 1/4 കിലോ 30 രൂപ. ഓ, വില മാത്രം കൂടുതൽ. ഓ, ഹെൽത്തിന് നല്ലത്. ഗുഡ്. ഓക്കെ. अभी नहीं चाहिए. ഇത് മുഴം 40 രൂപ. മുല്ലപ്പൂവ്. ഇന്നത്തെ മോർണിംഗ് വാക്ക് പോണ്ടിച്ചേരി സ്ട്രീറ്റിലൂടെയാണ്.
അപ്പോൾ നമ്മുടെ എക്സസൈസ് പോലെ നടക്കാൻ പറ്റില്ല, പക്ഷെ നോക്കി നടക്കണം. എന്നാലും സ്റ്റെപ്പ് കൗണ്ട് ചെയ്തോളും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് 10,000 സ്റ്റെപ്സ് ഡെയിലി നടക്കണം നമ്മുടെ ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഏതായാലും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് എക്സ്പ്ലോറും ചെയ്യാം, അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, അതേ സമയത്ത് നമ്മുടെ സ്റ്റെപ്പും ആവും. ഇവിടെ സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു വലിയ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ സൺഡേ അല്ല ഇവിടെ വന്നത്, അതുകൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് നമ്മളുടെ വലിയ മാർക്കറ്റ് വേറെ ഉണ്ടാവുമായിരിക്കും. ഇത് നമ്മൾ പോകുന്ന സ്ഥലത്ത് റോഡിൻ്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ വിൽപ്പന നടക്കുന്നു എന്ന് മാത്രം. പക്ഷെ മുമ്പിൽ ധാരാളം ജനക്കൂട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ മാർക്കറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഇപ്പോൾ ഈ ചെറിയ കടയിൽ വരെയുണ്ട്. അത് ഇന്ത്യയിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റമാണ്. നമ്മൾ ക്യാഷ് കൊണ്ട് നടക്കണ്ടല്ലോ. രാവിലെ തന്നെ ആളുകൾ റോഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചേട്ടാ പോത്തീസ് ഇപ്പോൾ തെക്കേ ഇന്ത്യയിലെ വലിയൊരു മികച്ച ബ്രാൻഡാണ്. തമിഴ്നാട്ടിലാന്ന് തോന്നുന്നു അതിൻ്റെ ഒറിജിൻ അല്ലേ? അതെ. ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, പിന്നെ എറണാകുളത്തുണ്ട്. മിക്ക നഗരങ്ങളിലും അവരുടെ ബ്രാഞ്ചുകളുണ്ട് തെക്കേ ഇന്ത്യയിൽ. റൂംസ് അവൈലബിൾ ബോർഡ് കണ്ടില്ലേ, മോഡേൺ റെസിഡൻസി. പോണ്ടിച്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ അക്കോമഡേഷൻ ഒന്നും യാതൊരു പ്രോബ്ലം ഇല്ല. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അക്കോമഡേഷൻ സൗകര്യങ്ങൾ പോണ്ടിച്ചേരിയിലുണ്ട്. അതുപോലെ പോണ്ടിച്ചേരിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാറ്, സ്കൂട്ടർ, ബൈക്കൊക്കെ ദിവസം വാടകയ്ക്ക് കിട്ടും. ധാരാളം പേര് ഇങ്ങനെ പോണ്ടിച്ചേരിയിൽ വന്നിട്ട് ഇങ്ങനെ കാറും ബൈക്കും ഒക്കെ വാടകയ്ക്ക് എടുത്തിട്ട് സൈറ്റ് സീയിങ്ങിനൊക്കെ പോകുന്ന ഒരു പതിവുണ്ട്. പോണ്ടിച്ചേരിയിലെ പ്രസിദ്ധമായ ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആണ് അതിൻ്റെ പ്രവേശന കവാടമാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിലെ തന്നെ മികച്ച ഗാർഡനുകളിൽ ഒന്നാണ് കേട്ടോ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടുത്തെ ഫ്രഞ്ചുകാരുടെ കാലം മുതലേ ഉള്ള ഈ ഗാർഡനിൽ ധാരാളം വൃക്ഷലതാദികളുണ്ട്. ഏകദേശം 22 ഏക്കറുകളിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. കുട്ടികൾക്കുള്ള കളിസ്ഥലം, വാക്ക് വേസ്, അങ്ങനെ. പക്ഷേ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഇതൊരു റിനോവേഷനാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് പൂട്ടിക്കിടക്കുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത് ഇവിടെ പൂട്ടിക്കിടക്കുകയാണ് എന്നുള്ളത്. നടന്ന് നമ്മൾ റോക്ക് ബീച്ചിലെത്തി കേട്ടോ. നമ്മളുടെ തമിഴ് ഡ്രൈവറുടെ റാക്ക് ബീച്ച് അവിടെ എന്തൊരു ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഷൂട്ടിംഗ് ഒക്കെ ഇങ്ങനെ നോക്കി നിന്നു അവിടെ. മാഡത്തിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസിലെ പേര് ജാൻമണി. ഗീതയ്ക്ക് അറിയാം. ഷീ നോസ് യു. I don't see Big Boss. And you are a makeup artist also? I'm a makeup artist. Very good. I'm very happy. Thank you. Normally comes to Pondicherry for many ad videos? I do for only what called it the advertisements. Bridal. Bridal? This is my sister production. Oh, very good. Okay, thank you. Thank you. Yummy ready to eat veg masala hero pack. ഇതേതോ ഒരു പുതിയ തരം ന്യൂഡിൽസിൻ്റെ ഒരു പരസ്യചിത്രമാണ് അവിടെ അവരെടുത്തുകൊണ്ടിരുന്നത്. ഒരു ഷോട്ട് എടുക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ധാരാളം മോഡലുകളൊക്കെ അവിടെ സെറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഷൂട്ടിങ്ങൊക്കെ കണ്ടു നിന്നു. പിന്നെ ഡ്രൈവറുടെ അടുത്ത് ഞങ്ങൾ റോക്ക് ബീച്ചിലോട്ട് വരാൻ പറഞ്ഞു. അധികം നേരം അവിടെ നിൽക്കുന്നത് ഒരു ബോറിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ഏതായിരുന്നാലും നല്ല തണുപ്പും ഉണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു സമുദ്രത്തിൽ നിന്നുള്ള. അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ വാക്ക് വേയിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നത്തെ ഞങ്ങളുടെ മോർണിംഗ് വാക്ക് പോണ്ടിച്ചേരി സ്ട്രീറ്റ്സിലൂടെയും റോക്ക് ബീച്ച് സൈഡിലൂടെയും ഒക്കെയാണ് പോകുന്നത്. അതിനിടയിലാണ് നമ്മളൊരു ഷൂട്ടിംഗ് ഒക്കെ കണ്ടത്. എനിക്ക് ഡെയിലി 10,000 സ്റ്റെപ്പാണ് നടക്കേണ്ടത്. ഈ 10,000 സ്റ്റെപ്പ് നമ്മളുടെ ഡെയിലി ഇങ്ങനെ ഒരു 270 ദിവസം നടന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്, 270 ദിവസം നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 30% ഡിസ്കൗണ്ട് കിട്ടും. ഒരു ഹാൻസം മണി, ബിഗ് മണി. എന്നെപ്പോലുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു മാസത്തിൽ നല്ലൊരു എമൗണ്ട്, ഒരു വർഷത്തിൽ പ്രീമിയം വരും. മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോർണിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് സമയം എടുത്തു. എന്തായിരുന്നാലും ഞങ്ങളിത് മോർണിംഗ് വാക്കായിട്ട് കരുതുന്നു. അപ്പോൾ അങ്ങനെ നടന്നു കഴിയുമ്പോൾ ഈ 30% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിഗ് മണിയാണ്. അപ്പോൾ നമുക്ക് നടക്കുക വഴി ആരോഗ്യവും കിട്ടും, നമുക്ക് പൈസയും കിട്ടും. എന്താ കുഴപ്പമുണ്ടോ? അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി ഇൻഷുറൻസ് ആണ്. ഇന്നത്തെ കാലത്ത് ഒരു ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ, വെള്ളം എന്നൊക്കെ വേണമെന്ന് പറഞ്ഞ പോലെ ജീവിക്കാനായിട്ടൊരു ഹെൽത്ത് പോളിസിയും കൂടെ വേണമേ, അല്ലേ ശ്രീമതി? അതെ. പുതുച്ചേരി റാങ്ക്ഡ് ആസ് സെക്കൻഡ് ബെസ്റ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ 2025 by Lonely Planet.
ഈ ലോൺലി പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാവൽ മീഡിയ കമ്പനിയാണ്. അവർ എല്ലാ വർഷവും ഇതുപോലെ ബെസ്റ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻസ് ഒക്കെ റാങ്കിങ് കൊടുക്കാറുണ്ട്. അവർ പുതുച്ചേരിയെ സെക്കൻഡ് ബെസ്റ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ 25 ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ള യാത്ര ഞങ്ങളുടെ കാറിലാണ്. അപ്പോൾ ആദ്യം ഞങ്ങളെ കൊണ്ടുപോയത് ഒരു മ്യൂസിയം, പോണ്ടിച്ചേരി മ്യൂസിയത്തിലേക്കാണ്. വളരെ നല്ല ഒരു മ്യൂസിയം ആയിരുന്നു. അതിനുശേഷം ഒരു ക്രിസ്ത്യൻ ദേവാലയം, ധാരാളം ദേവാലയങ്ങൾ, പള്ളികൾ, ക്ഷേത്രങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ പുതുച്ചേരി. അപ്പോൾ ഈ പുതുച്ചേരി മ്യൂസിയത്തിൽ നമുക്ക് വീഡിയോഗ്രാഫി അലൗഡല്ല, ഫോട്ടോഗ്രാഫി അലൗഡല്ല. അതിൻ്റെ ആ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഒരുപാട് കാണാനുണ്ട് കേട്ടോ, ധാരാളം കാണാനുണ്ട്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, പലതരത്തിലുള്ള കല്ലുകൾ, പ്രതിമകൾ, ഇതെല്ലാം ഉണ്ട്. ഇതിനകത്ത് നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. പണ്ട് കാലങ്ങളിൽ ആളുകൾ 100 കൊല്ലവും 130 കൊല്ലവും ഒക്കെ ജീവിച്ചിരുന്നു. എന്നാൽ ചികിത്സാ സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അത്തരം സമയങ്ങളിൽ ആളുകൾ അവരുടെ അന്ത്യ നാളുകളിലൊക്കെ ഇനി ഇവർ രക്ഷപ്പെടുകയില്ല എന്ന് തോന്നുന്ന സമയത്ത് ഈ ആളുകളെ വലിയ കലശങ്ങളിൽ അല്ലെങ്കിൽ ഭരണികളിൽ ഇറക്കി ഇരുത്തുകയും അത്യാവശ്യം വേണ്ട ഭക്ഷണവും വെള്ളവും മാത്രം അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുകയും അവരുടെ മരണത്തിന് ശേഷം ആ ഭരണിയിൽ തന്നെ അല്ലെങ്കിൽ ആ കലശത്തിൽ തന്നെ ആയിരിക്കും അവരുടെ മരണം. അതിനുശേഷം കലശത്തോടു കൂടി തന്നെ ഭൂമിയിൽ, മണ്ണിൽ അടക്കം ചെയ്യുന്ന ഒരു പതിവായിരുന്നു. എന്തല്ലേ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ക്രിസ്ത്യൻ ദേവാലയം സന്ദർശിച്ചു. വളരെ മനോഹരമായിരുന്നു അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണുന്നതിനായിട്ട്. ക്രിസ്തുവിൻ്റെ ബൈബിളിലെ പല മുഹൂർത്തങ്ങളും എല്ലാം അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് കാണുന്നത് വളരെ രസകരമായിരുന്നു. അതുപോലെ ഒരു ക്ഷേത്രം, ബീഭത്സമായിട്ടുള്ള ഒരു രൂപങ്ങൾ, അതേപോലെ കൂറ്റൻ പ്രതിമകൾ, എന്തോ അവിടെ റിനോവേഷൻ എന്തോ നടക്കുകയായിരുന്നു. ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കയറിയില്ല, പുറമേക്കടെയൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് കറങ്ങി നടന്ന് വീണ്ടും കാറിൽ കയറി യാത്ര തുടരുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി ലഫ്റ്റനൻറ്റ് ഗവർണറുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു എന്താ പറയുക, കൊട്ടാര സാദൃശ്യമായിട്ടുള്ള വലിയ കൂറ്റൻ കെട്ടിടമാണ്. ഇതൊരു പുരാതനമായിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടമാണ്. എന്നാൽ പല കാലാകാലങ്ങളായിട്ട് ഒരുപാട് മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയാണ് ഇന്ന് ഇപ്പോൾ കാണുന്ന നിലയിൽ ഇത് ഉള്ളത്. നമ്മുടെ ദേശീയ പതാകയൊക്കെ അങ്ങോട്ട് പാറി പറക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ പോണ്ടിച്ചേരിയിൽ വന്നിട്ട് ലഫ്റ്റനൻറ്റ് ഗവർണറുടെ ഔദ്യോഗിക വസതിയും നമ്മൾ കണ്ടു. വണ്ടിയുടെ ഡ്രൈവർ ഇങ്ങനെ നമ്മളെങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്നാക്കും. ഇപ്പോൾ അടുത്ത ബീച്ചിലോട്ട് കൊണ്ടുവന്നാക്കിയിരിക്കും. കാരണം ഇവിടെ ബീച്ചുകളുടെ പ്രളയമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സമുദ്ര തീരം, കോസ്റ്റൽ ഏരിയ. കാരണം പുതുച്ചേരി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പുതുച്ചേരി, കാരക്കൽ, ഇത് രണ്ടും തമിഴ്നാട്ടിൽ, പിന്നെ യാനം എന്ന് പറഞ്ഞ സ്ഥലം ആന്ധ്രയിൽ, ഇതെല്ലാം നമ്മളുടെ ബേ ഓഫ് ബംഗാളിൻ്റെ സൈഡായിട്ട് വരുന്നതാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ വടക്കേ മലബാറിലുണ്ടല്ലോ ഒരെണ്ണം, മാഹി എന്ന് പറയുന്നത് അറബിക്കടലിൻ്റെ ഒരു ഓരമായിട്ട് വരും. അപ്പോൾ അങ്ങനെ എല്ലാം തന്നെ കോസ്റ്റൽ ഏരിയ ആണ് ഈ പോണ്ടിച്ചേരി. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് കേന്ദ്രഭരണ പ്രദേശം. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇപ്പോൾ നമ്മളെ കൊണ്ടുവന്നിറക്കി. ഇത് സെറനിറ്റി ബീച്ച് എന്നാണ് പറഞ്ഞത്, സെറനിറ്റി ബീച്ച്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലായിടത്തും പക്ഷേ ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഉണ്ട്. അത് കാണിച്ചു തരാം. ഇഷ്ടംപോലെ മത്സ്യബന്ധന ബോട്ടുകളുണ്ട്, പിന്നെ ബീച്ചും ഉണ്ട്. ഇപ്പോൾ ഈ സമയത്തൊക്കെ എല്ലാ ബീച്ചിലും നമുക്ക് വൈകുന്നേരം പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാണുക, ബീച്ച് വന്ന് കാണുക, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അവിടെ നിൽക്കുക, നമ്മൾ തിരിച്ച് പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് എൻജോയ് ചെയ്യണമെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ വരണം. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. പിള്ളേരും ഫാമിലിയും ഒക്കെ എല്ലാവരും കൂടെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. കണ്ടോ ബോട്ടുകൾ കണ്ടോ കിടക്കുന്നത്, മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ കണ്ടില്ലേ. മീൻപിടുത്തവും ടൂറിസവും ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ. അതുകൊണ്ട് മത്സ്യം വളരെ സുലഭമായിട്ട് കിട്ടും. പിന്നെ പോണ്ടിച്ചേരി ഒരു കേന്ദ്രഭരണ പ്രദേശം, ഇവിടെ ഡ്യൂട്ടി വളരെ കുറവായതുകൊണ്ട് മദ്യമൊക്കെ വളരെ സുലഭവും വളരെ വില കുറവുമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ആ ഒരു വിഭാഗത്തിലും പോണ്ടിച്ചേരിയിൽ വരും. അങ്ങനെ ടൂറിസ്റ്റുകളെ വളരെ നല്ല രീതിയിൽ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി. പിന്നെ ഇവിടെ ഹെൽമെറ്റും വേണ്ട, സീറ്റ് ബെൽറ്റും വേണ്ട, അങ്ങ് അടിച്ച് പൊളിക്കുക, അത്ര തന്നെ. ഇനി ഞങ്ങൾക്ക് ഉണ്ടായ ഒരു സങ്കടകരമായ കാര്യം നമ്മളുടെ വ്യൂവേഴ്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഈ വീഡിയോ ശരിക്കും നമ്മളൊരു 2 ആഴ്ച മുമ്പേ തന്നെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ ഈ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് ഒരു സ്പേസ് ഇഷ്യൂ, മൊബൈലിനകത്ത് സ്പേസ് ഇഷ്യൂ കാരണം ഞങ്ങളൊരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി അതൊന്ന് എന്താണെന്ന് നോക്കാൻ കൊടുത്തപ്പോഴത്തേക്കും അവിടുത്തെ
എക്സിക്യൂട്ടീവ് ഇത് എന്തൊക്കെയോ ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ പ്രോജക്റ്റ് ചെയ്ത് വെച്ചിരുന്ന പ്രോജക്റ്റ് ഡിലീറ്റായി പോയി. ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ എടുത്ത കുറേയധികം വീഡിയോസ് ഡിലീറ്റായി പോയി. ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. കാരണം നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എഡിറ്റ് ചെയ്യാനും അത് ഒരു കാണത്തക്ക രീതിയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് മുമ്പിൽ കാണിക്കാനായിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു ക്രിയേറ്റീവ് പാർട്ടൊക്കെ ചെയ്ത് വെച്ചിരുന്ന സാധനം പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ സങ്കടകരമാണ്. അത് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിന് മാത്രമേ അത് മനസ്സിലാക്കുകയുള്ളൂ. എന്തായിരുന്നാലും നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ തപ്പി എടുത്ത് കിട്ടി. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. എന്നാൽ വളരെ പ്രധാനമായിട്ടുള്ള ചില രംഗങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അതിപ്പോഴും ഞങ്ങൾക്ക് ചേർക്കാൻ പറ്റുകയില്ല. അത് പോയി, സംഭവം പോയി. അത് പാരഡൈസ് ബീച്ചാണ്. പാരഡൈസ് ബീച്ചും പാരഡൈസ് ബീച്ചിലേക്കുള്ള യാത്രയും ബോട്ടിൽ കയറിയിട്ടാണ് നമുക്ക് ഈ പാരഡൈസ് ബീച്ചിൽ പോവുക പറ്റുക. ഈ ബോട്ട് യാത്ര വളരെ അധികം ഭീതി പകർന്ന ഒരു യാത്രയായിരുന്നു. ഞാൻ ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ ഞങ്ങളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരു ബോട്ട് യാത്ര. അതിനേക്കാളും കുറച്ചുകൂടി, കാരണം വാവ് അടുത്ത് ഇരുന്നത് കൊണ്ട് ശരിക്കും കടൽ പ്രക്ഷുബ്ധമായിരുന്നു. അപ്പോൾ ഈ വിവരമൊക്കെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്തുണ്ട്. ഡൽഹിയിലൊരു ബ്രദറുണ്ട്, ശ്രീനിവാസ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് അവർ പോയ ഒരു എന്താ പറയുക, ഒരു റിവർ റാഫ്റ്റിങ്ങിൻ്റെയും ക്ലിഫ് ജമ്പിൻ്റെയും അത് കുറച്ചുകൂടെ ഒരു ഭയങ്കര സാഹസികത നിറഞ്ഞായിരുന്നു. അപ്പോൾ അത് എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് തോന്നി അത് ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് തോന്നി. അത് ഞാൻ ഉൾപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ എന്തോ ഭാഗ്യം, അത് പുള്ളി വാട്സാപ്പിൽ അയച്ചു തന്നതായതുകൊണ്ട് അത് വേറെ ഫോൾഡറിൽ കിടന്ന് എൻ്റെ അടുത്ത് കിടപ്പുണ്ട്. അതേതായാലും ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഇടുകയാണ്. നിങ്ങളടുത്ത് പാരഡൈസ് ബീച്ച് കാണിക്കാൻ പറ്റാത്ത ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമ യാചിക്കുകയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ബ്രദർ അയച്ചു തന്ന ആ വീഡിയോ ഒന്ന് നമുക്ക് ഇതിൻ്റെ കൂടെ കാണാം. ഹിമാലയ സാനുക്കളുടെ താഴ്വരയിലെ 2 പ്രദേശങ്ങൾ, ശിവപുരിയും ഋഷികേശും, ഏകദേശം 16 കിലോമീറ്ററോളം ദൂരം. ഗംഗാ നദിയിലൂടെ അതീവ സാഹസികമായ ഒരു റിവർ റാഫ്റ്റിംഗ്, ഒരേ സമയം എൻ്റർടൈനിങ്ങും എന്നാൽ വളരെ സാഹസികത നിറഞ്ഞതും ത്രില്ലിങ്ങും ആയിരുന്നു യാത്ര എന്നാണ് എൻ്റെ ബ്രദർ പറഞ്ഞത്. അത് വെള്ളത്തിൻ്റെ ആഴമനുസരിച്ചും കുത്തൊഴുക്കു അനുസരിച്ചുമൊക്കെ 2 മുതൽ 3 മണിക്കൂർ വരെ ഈ യാത്രയ്ക്ക് എടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതീവ സാഹസികത നിറഞ്ഞ മറ്റൊരു ഇനമായിരുന്നു ക്ലിഫ് ജമ്പ്. ഏകദേശം 40 അടി താഴ്ചയിലേക്കാണ് എടുത്ത് ചാടേണ്ടത്. ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ഒരു എപ്പിസോഡോടുകൂടി ഞങ്ങളുടെ പോണ്ടിച്ചേരി യാത്രാവിശേഷങ്ങൾ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഒരു ആരോവിൽ ഗ്രാമമാണ്. പോണ്ടിച്ചേരി വിസിറ്റ് ചെയ്യുന്ന ഏതൊരാളും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനാണ് ഈ ആരോവിൽ കൾച്ചറൽ ടൗൺഷിപ്പ് എന്ന് പറയാം. ഒരു എക്സ്പെരിമെൻ്റൽ ടൗൺഷിപ്പാണ്. 1968 ഇത് സ്ഥാപിതമായത്. ഏകദേശം 60 രാഷ്ട്രങ്ങളിലെ ആളുകൾ വളരെ സഹവർത്തിത്വത്തോടെ, മതം ജാതി ചിന്തകളില്ലാതെ, ഉച്ചനീചത്വങ്ങളില്ലാതെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക്, ശരിക്കും ഇന്ത്യയിൽ ഒരു കറൻസി ഉപയോഗിക്കാത്ത ഒരു ഗ്രാമമാണ് ഈ ഗ്രാമം. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഒക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഈ ആരോവിൽ ഗ്രാമത്തിൻ്റെ എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.